അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം എടുക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഫിഖുൽ ഇസ്ലാമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അദ്ദറസു സാനി, പാഠം 2, അബുവാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ ബാബുകൾ. എന്താണ്? സ്വർഗത്തിൻ്റെ കവാടങ്ങൾ. ഞാൻ വുളു എടുക്കുകയാണ്. എല്ലാവരും നല്ല പോലെ ശ്രദ്ധിക്കുക. ഖിബ്ലക്കു നേരെ തിരിഞ്ഞ് ഉസ്താദ് പറഞ്ഞു. പൂർണ്ണമായ വുളു ചെയ്ത് നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ഓർമ്മിപ്പിച്ചു. വുളുഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ദിക്ർ ചൊല്ലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മഅ തുഹൂറ. മുൻകൈ രണ്ടും 3 തവണ കഴുകി മിസ്വാക്ക് ചെയ്തു വായിൽ വെള്ളം കുപ്ലിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു. ഞാൻ വുളു ചെയ്യുന്നു എന്ന് കരുതി 3 തവണ മുഖം അതിൻ്റെ ചുറ്റുഭാഗവും കഴുകി 2 കൈകളും 3 തവണ മുട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി കഴുകി. തല മുഴുവനും 3 തവണ തടവി. 2 കൈയും നനച്ച് ചെവി രണ്ടും ഉള്ളും പുറവും 3 തവണ തടവി. 2 കാലുകളും ഞെരിയാണിയുടെ മുകളിലേക്ക് 3 തവണ കയറ്റി കഴുകി. 2 കൈയും കണ്ണും മേൽപോട്ടുയർത്തി ദുആ ചെയ്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അവൻ ഏകനാണ്. അവന് പങ്കുകാരില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു. അല്ലാഹുവേ, തൗബ ചെയ്യുന്നവരിലും ശുദ്ധിയുള്ളവരിലും എന്നെ ഉൾപ്പെടുത്തണമേ. നിൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽ എന്നെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, നിന്നെ ഞാൻ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നീയല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു. നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു. നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. ഇതുപോലെയാണ് നിങ്ങൾ വുളു ചെയ്യേണ്ടത്. ഉസ്താദ് പറഞ്ഞു. സ്വർഗം ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ. അല്ലാഹുവേ, കൂടുതൽ തൗബ ചെയ്യുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ. അടുത്ത നമ്മൾ തദ്രീബാത്ത് നോക്കാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ എന്താണെന്നുള്ളത്. നുറത്തിബ്, ക്രമത്തിൽ എഴുതാനാണ്. നമ്മുടെ വുളുവിന് തുടക്കത്തിലുള്ളതായ ദിക്ർ ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മഅ തുഹൂറ എന്ന് പറയുന്ന ആ ദിക്ർ, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്രമത്തിൽ എഴുതാനാണ്. അപ്പോൾ ഞാനത് പാഠഭാഗത്തിൽ ഉള്ളതുപോലെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ വൃത്തിയിൽ എഴുതുക. രണ്ടാമത്തേത് വുളുവിന് ശേഷമുള്ള ദുആ ആണ്. അതിവിടെ ക്രമത്തിലല്ലാതെയാണ് കൊടുത്തിട്ടുള്ളത്. അതും ക്രമത്തിൽ എഴുതാനാണ്. ഞാനിവിടെ ക്രമത്തിൽ പാഠഭാഗത്തിൽ കൊടുത്തതുപോലെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തത് നസ്ൽ ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആ ദുആ ഉണ്ടല്ലോ, നമ്മൾ വുളുവിന് ശേഷമുള്ള ദുആ, ആ ദുആവും ആ ദുആൻ്റെ അർത്ഥവും ഇവിടെ ക്രമത്തിലല്ലാതെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ക്രമത്തിലുള്ളതായ രീതിയിൽ നമ്പർ ഇട്ട് കൊടുക്കാനാണ്.
അപ്പോൾ ഇവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ തൊട്ടപ്പുറത്ത് എഴുതി കൊടുത്തിട്ടുള്ളത് നിൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണമേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റായ ഒരു അർത്ഥമാണ്. അപ്പോൾ അവിടെ ഒഴിഞ്ഞ കള്ളിയിൽ നമ്മൾ എത്ര നമ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത്? ഇവിടെ നേരെ 3-ാം നമ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത്. 3-ാം നമ്പറിൻ്റെ നേരെ അപ്പുറത്ത് എഴുതി കൊടുത്തിട്ട് എന്തുള്ളതാണ്? അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 3-ാം നമ്പർ അവിടെ ഇട്ട് കൊടുക്കുക. അടുത്തത് 8-ാം നമ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത്. 8-ാം നമ്പർ അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല എന്നതാണ്. അപ്പോൾ വഹ്ദഹു ലാ ശരീക ലഹു എന്നതിൻ്റെ അർത്ഥം അവൻ ഏകനാണ്, അവന് പങ്കുകാരനുമില്ല എന്നതാണ്. അപ്പോൾ അവിടെ അത് ആ നമ്പർ ഇട്ട് കൊടുക്കുക. അടുത്തത് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്നുള്ളിടത്ത് നേരെ അപ്പുറത്ത് എഴുതിയിട്ടുള്ളത് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു എന്നതാണ്. പക്ഷേ അവിടെ അതല്ല അതിൻ്റെ ശരിയായ അർത്ഥം. അപ്പോൾ നമുക്കിതിൽ തിരഞ്ഞു നോക്കിയിട്ട് ഇതിൽ 5-ാമത്തെ നമ്പറാണ് അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ അർത്ഥം എന്തെന്ന് നമുക്ക് നോക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു. അടുത്തത് നോക്കാം നമുക്ക്. അല്ലാഹുമ്മ ജഅൽനി മിന തുവാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്നതാണ്. അതിൻ്റെ അർത്ഥം ശരിയായ രീതിയിലല്ല കൊടുത്തിട്ടുള്ളത്. നീയല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് ശരിയല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 6-ാം നമ്പറാണ് അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. 6-ാമത്തെ നമ്പറിൻ്റെ നേരെ അടുത്തുള്ള അർത്ഥം എന്താണ് കൊടുത്തിട്ടുള്ളത്? അല്ലാഹുവേ, തൗബ ചെയ്യുന്നവരിലും ശുദ്ധിയുള്ളവരിലും എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ആ നമ്പറാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. എത്രയാണ്? 6-ാം നമ്പർ. ഇനി അടുത്തത് വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്നാണ്. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് 1-ാം നമ്പറാണ്. കാരണം 1-ാം നമ്പറിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണമേ എന്നാണ് ഈ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. അടുത്തത് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. അവിടെ എന്താണ് കൊടുക്കേണ്ടത്? 2-ാം നമ്പറാണ് കൊടുക്കേണ്ടത്. അല്ലാഹുവേ, നിന്നെ ഞാൻ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത. അവിടെ 4-ാം നമ്പറാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്? നീയല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു. അടുത്തത് അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അവിടെ 7-ാം നമ്പറാണ് കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ 7-ാം നമ്പർ നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു, നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു എന്നതാണ് ശരിക്കുള്ള അതിൻ്റെ അർത്ഥം. അപ്പോൾ ശരിയായ രീതിയിൽ ക്രമത്തിൽ എല്ലാവരും നോക്കി എഴുതുക. ഞാൻ എഴുതിയത് തെറ്റുണ്ടോ എന്ന് നിങ്ങൾ പാഠഭാഗത്തിൽ നോക്കി മനസ്സിലാക്കണം ഇൻഷാ അല്ലാ. അടുത്തത് നോക്കാം. ഉസ്താദിൻ്റെ വുളു ക്രമപ്രകാരം എഴുതുക എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പാഠഭാഗത്ത് ഒരു ഉസ്താദ് വുളു എടുക്കുന്ന രൂപമാണല്ലോ പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഉസ്താദ് വുളു എടുക്കുന്ന ആ രൂപം പാഠഭാഗത്തിൽ ക്രമത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിവിടെ ക്രമത്തിൽ എഴുതാനാണ്. അപ്പോൾ 1-ാമത്തെ നമ്പർ ഇട്ട് കൊടുത്ത് എഴുതിയിട്ടുണ്ട് വുളുഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന്. 2-ാമത്തെ എന്ത് കൊടുക്കാം? അവിടെ ഒരു ഒഴിഞ്ഞ വരിയാണുള്ളത്. അവിടെ നമുക്ക് എഴുതി കൊടുക്കാം ദിക്ർ ചൊല്ലി എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് 3-ാമത്തെ എന്ത് എഴുതി കൊടുക്കാം? മുൻകൈ രണ്ടും 3 തവണ കഴുകി എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് 4-ാമത്തത് എന്ത് ചെയ്യുക? മിസ്വാക്ക് ചെയ്തു എന്ന് എഴുതി കൊടുക്കാം. 5-ാമത്തത് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 6-ാമത്തെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? ഞാൻ വുളൂഹ് ചെയ്യുന്നു എന്ന് കരുതി എന്ന് എഴുതി കൊടുക്കണം. അടുത്തത് 7-ാമത്തെ നമ്പറാണ്. 7-ാമത്തെ പ്രാവശ്യം എന്താണ് ചെയ്യേണ്ടത്? 3 തവണ മുഖവും അതിൻ്റെ ചുറ്റുഭാഗവും കഴുകുക എന്നാണ്. അതായത് 3 തവണ മുഖവും അതിൻ്റെ ചുറ്റുഭാഗവും കഴുകി എന്നതാണ്. അടുത്തത് ഉസ്താദ് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? 8-ാമത്തത് 2 കൈകളും 3 തവണ മുട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി കഴുകി എന്നാണ് ഉസ്താദ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എഴുതി കൊടുക്കണം. അടുത്തത് 9-ാമത്തത് തല മുഴുവനും 3 തവണ തടവി. അടുത്തത് 10-ാമത്തത് 2 കൈയും നനച്ച് ചെവി രണ്ടും ഉള്ളും പുറവും 3 തവണ തടവി എന്നുള്ളതാണ്. അടുത്തത് 2 കാലുകളും ഞെരിയാണിയുടെ മുകളിലേക്ക് 3 തവണ കഴുകി. അടുത്തത് 12-ാമത്തത് 2 കൈയും കണ്ണും മേൽപോട്ടുയർത്തി എന്നതാണ്. 13-ാമത്തെ എന്താണ്? ദുആവും. അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും
ക്രമത്തിൽ എല്ലാതും എഴുതണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മെ ബുദ്ധിയുള്ളവരിലും അതുപോലെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവരിലും പഠിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വീണ്ടും അടുത്ത പാഠവുമായി വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.